എനിക്ക് നിന്നെ ലൂസാവോന്ന് പേടിച്ചിട്ടാക്കൂ. സോറി. നിനക്കെപ്പോഴും നീന്നുള്ള വിചാരമല്ലാതെ നീ എപ്പോഴെങ്കിലും എന്നെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? പിന്നെ നീ പോയി ഞാൻ കൈ കെട്ടി നോക്കിയിരിക്കുന്നു വിചാരിച്ചോ? ഞാൻ അങ്ങനെ പറഞ്ഞോണ്ടല്ലേ നിന്നെ കാണാൻ വന്നേ. എനിക്കത് മതി. എനിക്ക് എൻ്റെ വീട്, ജോലി, ഫാമിലി എന്നെ വാല്യൂ ഇല്ലേ? നീ എൻ്റെ ആന്നക്കൂ. മീര, നീ ഇന്നുവരെ എന്നെ മനസ്സിലാക്കിയിട്ടില്ല. മനസ്സിലാക്കാൻ നീ ശ്രമിച്ചിട്ടുമില്ല. ഇഷ്ടത്തിന്റെ പേരിൽ ടോർച്ചർ സഹിക്കാൻ എനിക്ക് വയ്യ. മടുത്തു ഞാൻ. പോലേക്കോ, നീ ഇല്ലാതെ ഞാനില്ല. മീര, നിനക്കേ സ്നേഹിക്കാൻ ഒരാളെയല്ല ഒരു അടിമയാണ് വേണ്ടത്. ലെറ്റ്സ് സ്റ്റോപ്പ് ദിസ് മീര. ഇനി നിനക്ക് നിന്റെ ലൈഫ്, എനിക്ക് എൻ്റെ. അക്കു, അക്കു പോലേക്കോ പ്ലീസ്. അക്കു, അക്കു. ഞാൻ എൻ്റെ മാക്സിമം നോക്കി. ഇനി എനിക്ക് ഇത് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല മായ. സത്യം പറഞ്ഞാൽ ഞാനും ഇതിനൊക്കെ ഒരു കാരണമാണ്. ചേച്ചി ഇതൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ സപ്പോർട്ട് ചെയ്തു. ആദ്യമേ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതിയായിരുന്നു. ഞാൻ അവളെ ഹേറ്റ് ചെയ്യില്ല. ഷീ നീഡ് ഹെൽപ്പ്. അതാ ഞാൻ മായയോട് അവളൊന്ന് കൺസൾട്ട് ചെയ്യാൻ പറഞ്ഞു. മീരയ്ക്ക് അഖില് വിട്ടു എന്നുള്ള പേടി വളരെ ഇൻറ്റൻസ് ആണ്. അത് ആൻസൈറ്റി ഉണ്ടാവാം, പാസ്റ്റ് ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ആവാം, ഇമോഷൻ റെഗുലേഷൻ ഇഷ്യൂസ് ആവാം. അവനെനിക്ക് ലൂസാവും എന്നുള്ള പേടികൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തേ. എത്ര പേടിയുണ്ടെങ്കിലും ഫേക്ക് പ്രഗ്നൻസി പോലൊരു കള്ളം ഒരിക്കലും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല മീര. അവൻ എന്നോട് ക്ഷമിക്കായിരുന്നു. കേട്ടിടത്തോളം അഖില് മീരയ്ക്ക് മാക്സിമം തന്നു കഴിഞ്ഞു. ഇനി അത് അവൻ്റെ ചോയ്സ് അല്ലേ. ലെറ്റ് ഹിം ഡിസൈഡ്. പക്ഷെ അവൾക്കൊരു ചാൻസ് കൂടി കൊടുത്തൂടെ? അവളുടെ കരച്ചിൽ കാണാൻ വയ്യാത്തോണ്ടാ. ഇല്ല മായ, അവളെ സേവ് ചെയ്യാൻ വേണ്ടി ഇനി എനിക്ക് എന്നെ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റില്ല. ഐ ആം സോറി. പയ്യെ പയ്യെ ഞാൻ മീരയെ മറന്നു തുടങ്ങി. ലൈഫൊന്നും റീസ്റ്റാർട്ട് ആയതുപോലെ മീര എന്ന ചാപ്റ്റർ പയ്യെ മാഞ്ഞു തുടങ്ങി. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞു. ആദ്യമായിട്ട് ഞാൻ എൻഗേജ്ഡായി. അറേഞ്ച് മാരേജ്. ഇനി അത് അവൻ്റെ ചോയ്സ് അല്ലേ. ലെറ്റ് ഹിം ഡിസൈഡ്. ഇനി എന്ത് ചെയ്യണമെന്ന് ഞാൻ ഡിസൈഡ് ചെയ്യും. മീര ജസ്റ്റ് ലീവ് ഹിം. നോ, ഹീസ് മൈൻ. അവൻ എൻ്റെയാ.